കല്ലുമഴ എന്നൊക്കെ നമ്മൾ കേട്ടിരിക്കാമല്ലേ? എന്നാൽ മത്സ്യമഴ എന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാ വർഷവും ഈ മത്സ്യമഴയ്ക്ക് കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങ് അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. വടക്കൻ ഹോണ്ടുറാസിലെ യോറോ എന്ന പട്ടണത്തിലാണ് നിഗൂഢ പ്രതിഭാസം വർഷം തോറും നടക്കാറുള്ളത്. വർഷത്തിൽ മെയ് ജൂലൈ മാസങ്ങളിലാണ് യോറോയിൽ ഈ സംഭവം നടക്കുന്നത്. വർഷം തോറും നടക്കുന്ന ഈ പ്രതിഭാസം എന്താണെന്നതിനെ കുറിച്ച് ഗവേഷകർ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. കേൾക്കുന്ന നമുക്ക് അതിശയം തോന്നുമെങ്കിലും ഇവിടുത്തുകാർക്ക് ഇതൊരു വലിയ ആഘോഷമാണ്. വീശിയടിക്കുന്ന ശക്തമായ ഇടിമിന്നലിന്റെ പ്രതിഫലമായാണ് ആയിരക്കണക്കിന് ചെറുമീനുകൾ യോറോ പട്ടണങ്ങളിലെ തെരുവുകളിലും വയലുകളിലും ഒഴുകിയെത്താറുള്ളത്. ഒരു നൂറ്റാണ്ടിലേറെയായി പട്ടണത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഭാസം ഗവേഷകരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. വാട്ടർ സ്പൗട്ട് അഥവാ ജലസ്തംഭമാണ് ഈ പ്രതിഭാസത്തിന് കാരണമെന്നും ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. കടലിലും വളരെ വിസ്തൃതമായ ജലാശയങ്ങളിലും കാലവർഷവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു അസാധാരണമായ ഒരു ചുഴലി. മത്സ്യങ്ങൾ, തവളകൾ, നിരവധി ചെറിയ ജലജീവികൾ എന്നിവയെ അന്തരീക്ഷത്തിലേക്ക് വലിച്ചെടുക്കാൻ കടലിലുണ്ടാകുന്ന ഈ ചുഴലിക്ക് സാധിക്കും. പിന്നീട് കനത്ത മഴയോടൊപ്പം ഇവ കരകളിൽ വന്നു ചേരുകയാണ് ചെയ്യുന്നത്. സെർബിയയിൽ നിന്ന് ആകാശത്തു നിന്ന് തവളകൾ വീഴുന്നതും ഓസ്ട്രേലിയയിൽ ചിലന്തികൾ വീഴുന്നതും യുണൈറ്റഡ് സ്റ്റേറ്റിൽ ചില പുഴുക്കൾ വീഴുന്നതുമെല്ലാം പണ്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ മത്സ്യമഴ പെയ്യുമ്പോൾ അവ ശേഖരിക്കാനായി ബക്കറ്റും പാത്രങ്ങൾ എടുത്തു വരുന്ന യോറോ പട്ടണത്തിലെ പ്രദേശവാസികൾ തങ്ങളുടെ സാംസ്കാരികവും ആത്മീയവുമായ രീതിയുമായി ഇതിനെ കൂട്ടിച്ചേർക്കാനാണ് ആഗ്രഹിക്കുന്നത്. മത്സ്യങ്ങൾ ശേഖരിച്ച് അവരത് പാകം ചെയ്ത് കഴിക്കും. പലപ്പോഴും നദികളോ തടാകങ്ങളോ ഇല്ലാത്ത പ്രദേശങ്ങളിലാണ് മത്സ്യങ്ങൾ വീഴുന്നതെന്നാണ് യോറോയിലെ ഈ പ്രതിഭാസത്തെ വ്യത്യസ്തമാക്കുന്നത്. ആകാശത്തു നിന്ന് നേരിട്ട് വീഴുന്നതല്ല, മറിച്ച് വെള്ളപ്പൊക്കം വഴി ഒഴുകി വീഴുന്നതാണ് ഈ മത്സ്യങ്ങളെന്നും പറയപ്പെടുന്നുണ്ട്. ഈ പ്രതിഭാസത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇനിയും അവസാനിച്ചിട്ടില്ല എന്നാണ് ഗവേഷകർ പറയുന്നത്.